ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. മൂന്നാർ ഉദുമൽപേട് അന്തർ സംസ്ഥാന പാതയിൽ തലയാറിന് സമീപമാണ് വാഹനങ്ങൾക്ക് നേരെ പടയപ്പയുടെ ആക്രമണം നടന്നത്. കാറിൽ സഞ്ചരിച്ചിരുന്ന കർണാടക സ്വദേശികൾ തലനാഴിയിലേക്കാണ് രക്ഷപ്പെട്ടത്. സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുബിൻ, ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയ പരാക്രമം പടയപ്പയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. എപ്പോഴായിരുന്നു രാത്രിയിൽ ഈ സംഭവം? മറ്റു വിശദാംശങ്ങൾ പറയും. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഇത്തരത്തിൽ പടയപ്പയുടെ പരാക്രമം ഉണ്ടാകുന്നത്. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ തലയാറിന് സമീപത്താണ് ഈ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെ മൂന്നാറിൽ വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധി വിനോദസഞ്ചാരികൾ എത്തിയിരുന്നു. അതിനാൽ തന്നെ വലിയ ഗതാഗതക്കുരുക്കം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് നിരവധി വാഹനങ്ങൾ ഇതിനുശേഷം തിരക്ക് കുറഞ്ഞതിന് ശേഷം വരുന്നതിനായി കാത്തു കിടക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇറങ്ങി വന്ന വാഹനങ്ങൾക്ക് നേരെയാണ് ആന നടന്നെടുക്കുന്നത്. ഈ റോഡിലൂടെ വന്നിരുന്ന വാഹനം തിരിക്കുന്നതിനിടയിൽ ആന ഈ വാഹനത്തിന്റെ അടുത്തെത്തുകയും ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കൊമ്പ് വെച്ച് അമർത്തുകയുമായിരുന്നു. വാഹനത്തിന്റെ പിൻചില്ല് പൂർണ്ണമായും തകർന്നു. അതായത് കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. തുടർന്ന് ഇവർ വാഹനം മുമ്പോട്ടേക്ക് എടുത്ത് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. കൂടുതൽ സമയം ആ വാഹനം അവിടെ കിടന്നിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള അതിക്രമം ആനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമായിരുന്നു. ഇതിനുശേഷം പുറകിലുണ്ടായിരുന്ന മറ്റാളുകൾ വാഹനത്തിന്റെ ഹോൺ അടിച്ചൊക്കെ ആനയെ പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കൂടാതെ അവിടെ നിന്ന് മുമ്പോട്ട് നീങ്ങിയ ആന മറ്റൊരു വാഹനത്തിന് നേരെയും പരാക്രമണം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകളായി മതപ്പാടിലായിരുന്നു പടയപ്പ ഉണ്ടായിരുന്നത്. കാട്ടാന കൂട്ടത്തോടൊപ്പമായിരുന്നു. നിലവിൽ ഒറ്റയാനായിട്ടാണ് കാട്ടാന ചുറ്റിത്തിരിയുന്നത്. ജനവാസ മേഖലയിൽ ഇപ്പോഴും ആന തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ വനം വകുപ്പിന്റെ RRP സംഘം നിരീക്ഷണം നടത്തി വരികയാണ്. ഈ ജനവാസ മേഖലയിൽ നിന്ന് ആനയെ തുരത്താനുള്ള ശ്രമമാണ് നിലവിൽ വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ സുബിൻ, എന്തായാലും പടയപ്പയുടെ പരാക്രമം ഉണ്ടായിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാം. കാറുകൾക്ക് നേരെയൊക്കെ വലിയ ആക്രമണം ആനയുടെ ഭാഗത്ത് കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ.